കണ്ണേട്ടാ, നേരെ ഒരു സംശയത്തിന് പോലും ആർക്കൊരിട കൊടുക്കരുത്. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചാ മതി. അത് പുറത്തെടുത്താ മറ്റുള്ളവർക്കൊരു വേദന തന്നെയാ. തീർത്താ തീരാത്തൊരു വേദന. അതെപ്പോഴും ഓർക്കണം കണ്ണേട്ടാ. എനിക്കറിയാം മഹി. എത്തിയോ? എത്തി. ഒരു പുരോഗതിയില്ല. പോയതുപോലെ തന്നെ മടങ്ങി വന്നിരിക്കുക. പിന്നെ മല കയറാൻ പോകുന്നതിന് മുൻപ് ഏതോണ്ടൊക്കെ മല മറിക്കുമെന്ന് പറഞ്ഞതാ. മല മറിച്ചിട്ട് തന്നെയാ വരുന്നത്, മല കയറാനായിട്ട്. അയ്യോ മോനെ, ഇത്തവണ കാർത്തിക വിളക്കിന്റെ അന്ന് എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാവുമെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. അന്നത്തെ ദിവസമല്ലേ മോന്റെ അച്ഛൻ പോയത്. എന്ന് മാത്രമല്ല, ഈ വർഷം 20ാമത്തെ ആണ്ടല്ലായിരുന്നോ? ആദ്യമായിട്ടാ ഒരാണ്ടിന് മോൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. പിന്നെ നല്ലൊരു കാര്യത്തിനല്ലേന്ന് കരുതിയിട്ടാ ഞാൻ തടയാതിരുന്നത്. ഇവിടെ എല്ലാവരും അങ്ങ് ആഘോഷിച്ചോ? അതെങ്ങനെയാ മോനെ ആഘോഷിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും എന്റെ മക്കളുടെ അച്ഛനല്ലേ വിശ്വനാഥേട്ടൻ. അപ്പോ ആ ദിവസം എനിക്കും സങ്കടം തന്നെയാ. അച്ഛനോടെങ്കിലും സ്നേഹമുണ്ടല്ലോ, ഭാഗ്യം. തോമസ് വൈദ്യൻ ചികിത്സിച്ച് നല്ല പൈസ ഉണ്ടാക്കി കാണുമല്ലേ? അദ്ദേഹം അമിതമായിട്ട് പൈസ ഈടാക്കുന്ന കൂട്ടത്തിലല്ല. എന്നാലും ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇനി ചികിത്സയൊന്നും വേണ്ടാന്നും പറഞ്ഞ് നടന്നതായിരുന്നല്ലോ നീ. പിന്നെ ഇപ്പൊ മാത്രം എന്താ അതിനൊരു മാറ്റം വന്നത്? എങ്ങനെ മാറ്റം വരാതിരിക്കും? ഒരുത്തി ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തിയ അടങ്ങൂന്ന് പറഞ്ഞ് നടക്കൂല്ലേ? അതെ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയും അവരുടെ സുഖവും സന്തോഷവും ആഗ്രഹിക്കും. അതുകൊണ്ടാ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയോടെ എന്നെയും കൂട്ടി ഇയാള് തോമസ് സാറിന്റെ അരികിലേക്ക് പോകുന്നത്. എന്തായാലും ഇത്തവണയും അവിടെ എത്തിയ ശേഷം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനി പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ.